ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അമലിനേത് മൂവി ബോഗൻവില്ല എന്ന ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി തിയേറ്ററിൽ നിന്നും ഫിലിം കണ്ടതാണ്. ഇപ്പോൾ സോണി ലൈവിൽ റിലീസായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് അനുഭവമാണ് ഫിലിം സമ്മാനിച്ചത്. അമലിനേത് മൂവി എന്ന് പറയുമ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. നായകനുണ്ട്, അതുപോലെ സ്ലോ മോഷനിലാണ് പരം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് വളരെ പ്ലെയിനായിട്ട് പോകുന്ന തീമാണ്. നമുക്ക് പടം തുടങ്ങിയൊരു 10-15 മിനിറ്റോടെ തന്നെ എന്താ അതിൻ്റെ ക്ലൈമാക്സ് എന്താവും സംഭവമൊക്കെ മനസ്സിലാവും എന്തായാലും. ഓക്കെ, ഇതിൽ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജ്യോതിർമയുടെ നല്ലൊരു തിരിച്ചു വരവാണ്. സംഭവം നല്ല പെർഫോമൻസ് ആയിരുന്നു. കുഞ്ചാക്കോൻ്റെ ഇതൊരു ചെയ്യാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് സീൻസ് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫഹദ് ഫാസിൽ, വീണാനന്ദകുമാർ, ശൃന്ദ, കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ പടത്തിൽ. പക്ഷെ അവർക്കും വലിയൊരു സ്പേസ് പറയാൻ തരില്ല. അതിൽ കുഞ്ചാക്കോബനും ജ്യോതിർമയി തന്നെയാണ് മെയിൻ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിലുണ്ട്, പിന്നെ ശോഭി തിലകനുണ്ട്. ഒരു കോമ്പിനേഷൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫഹദ് ഫാസിനൊരു പഞ്ച് കൊടുത്തിട്ടില്ല സംഭവം. എന്താ ഇതിൽ റൂത്തിൻ്റെ ലോകം എന്നൊരു നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഫിലിം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അമലിനേതാണല്ലോ ചെയ്തിരിക്കുന്നത്. ആനന്ദ് സി ചന്ദ്രൻ്റെ ക്യാമറ രക്ഷയില്ലായിരുന്നു. നല്ല ചില എക്സ്പെഷ്യലി നൈറ്റ് ഷോട്ടൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എക്സ്പെഷ്യലി പടത്തിൽ ഇഷ്ടപ്പെട്ട നൈറ്റ് ഷോട്ടാണ്. പിന്നെ അതുപോലെ ചില 1-2 ഷോട്ട്സുകളൊക്കെ ഉണ്ട്. വേറെ ജഗുമാൻ്റെ ഒരു സൈക്കോ, നിങ്ങൾ അതിൻ്റെ ക്ലൈമാക്സ് പറയുന്നില്ല, അതിന് കുറച്ച് ഷോട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതുപോലെ സുഷി ശ്യാമിൻ്റെ മ്യൂസിക്, ബീജിമൊക്കെ നല്ല നൈസായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ എടുത്തു പറയേണ്ട അതിൻ്റെ എഡിറ്റിങ്ങാണ്. വിവേക് ഹർഷനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അമലിൻ്റെ ഒട്ടുമിക്ക മൂവീസും, ഇപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബിഗ് ബി മുതലുള്ള എല്ലാ മൂവീസും പുള്ളിക്കാരൻ തന്നെ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ റേഞ്ച് എന്തെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എസ്പെഷ്യലി അമലിൻ്റെ കോമ്പോയിൽ വരുമ്പം നൈസായിരിക്കും എന്തായാലും, എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ ഇതിൽ ക്ലൈമാക്സ് മാത്രമാണ് എനിക്കൊരു തീരെ ഒരു വർക്കാകാതെ പോയത് സംഭവം. പടം ഒരു മുക്കാഭാഗം വരെ ഒരു ഓക്കെ ആയിരുന്നു സംഭവം. ചില ആളുകൾക്കത് ആൾക്ക് ഓരോ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഞാൻ ഈ മൂവി റിലീസ് ചെയ്യുന്ന സമയം മുതൽ എല്ലാവരും നെഗറ്റീവാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഒരാൾക്കാരും അത് ചില ആളുകൾ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് കുറേ ആൾക്കാർക്ക് വർക്കായിട്ടുണ്ട്. ക്ലൈമാക്സ് മാത്രമാണ് കുറച്ചത്. പക്ഷേ ഞാൻ ആ സമയത്ത് പറഞ്ഞു വെച്ചാൽ റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിനെ റൈറ്റർ ചെയ്ത്. അപ്പോൾ അത് വായിച്ചാൽ കറക്റ്റിൻ്റെ ഇത് മനസ്സിലാവും സംഭവം. ഫിലിമിലേക്ക് വരുമ്പോൾ അതങ്ങനെയാണല്ലോ. അപ്പോൾ നോവൽ സിനിമ ആക്കുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറേ ആഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോവലിൻ്റെ ഒരു ഇത് പോവും, അതിൻ്റെ ഒരു കണ്ടൻറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സംഭവം അത്. എനിക്കിത് പേഴ്സണലി എനിക്ക് ഒരു ആവറേജ് അനുഭവമാണ് ബോഗൻവില്ല സമ്മാനിച്ചത്. നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഫിലിം കണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഗുഡ് നൈറ്റ്.